ഹായ് ഹലോ, എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ. കൊല്ലത്തെ ശിവരാത്രി ആഘോഷത്തിന് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ വളപ്പാട് തന്നെയുള്ള ശിവയോഗിനി ക്ഷേത്രത്തിലാണ്. എല്ലാ കൊല്ലം ഇവിടെ തന്നെയാണ് ആവാറ്. ഇവിടെ കാവടിയാട്ടവും പരിപാടികളും പിന്നെ പുലർച്ചെ 2 മണിക്ക് ഉള്ളൊരു വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ആഘോഷങ്ങളാണ്. അപ്പോൾ അത് കവർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. നമുക്ക് വീഡിയോ രാവിലെ ഒരു 11 മണി തൊട്ട് ഉച്ച 1 മണി വരെ പകൽ കാവടിയാണ്. 3 സെറ്റിൻ്റെ കാവടിയായിരുന്നു ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. വെയിൽ കാരണം ഇപ്രാവശ്യം അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. കഴിഞ്ഞൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. കൊല്ലം അത്രയ്ക്ക് അങ്ങോട്ട് ആൾക്കാരില്ല. രാത്രിയിലേക്കായിരിക്കും എല്ലാവരും ഉണ്ടാവുക. രാത്രി ഉണ്ട്. അതേപോലെ തന്നെ ഈ ടൈമിൽ തന്നെ കാവടി കയറിയതിന് ശേഷമാണ് നമുക്ക് വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിക്ക് മുന്നായിട്ട് ഇവിടെ പരിപാടികളുണ്ടാവും. പല വീടുകളിൽ നിന്നായിരിക്കും 3 സെറ്റ് 3 വീട്ടിൽ നിന്നാണ് വരുന്നത്. 3 ദിശയിൽ, അതായത് തെക്കൻ ശാഖ, വടക്കൻ ശാഖ, കിഴക്കൻ ശാഖ, അങ്ങനെ ശാഖകളാണ്. അപ്പോൾ റോഡിലൊക്കെ നല്ലോണം ആടി തിമിർത്തിട്ടാണ് അവർ ഈ ഗ്രൗണ്ടിൽ വരുന്നത്. ഈ ഗ്രൗണ്ടിൽ വന്ന് കുറച്ച് നേരം ആടിയിട്ട് നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ആടി തിമിർത്താണ് അവസാനിപ്പിക്കുക. അപ്പോൾ ഇവിടെ ഗ്രൗണ്ടിലൊക്കെ കുറച്ച് നേരം ആടിയുള്ളൂ. അതിനുശേഷം എല്ലാവരും വേഗം അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് വിട്ടു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാനൊന്നുമില്ല. നല്ല വെയിലാണ്. അമ്പലത്തിലേക്ക് കുറച്ചും കൂടി അങ്ങോട്ട് നടക്കണം. വെയിൽ കാരണം ഞങ്ങൾ തണൽ പറ്റി സൈഡിലേക്ക് നല്ല കാറ്റുണ്ട്. കടപ്പുറം സൈഡായ കാരണം നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ നിന്ന് 3 സെറ്റിൻ്റെ കാവടി കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. കാവടി പകൽ കാവടി. അപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ആൻ്റെ വീട്ടിലൊരു ദിവസം എന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും ശിവരാത്രിയുടെ അന്നാണ് കൂടാറ്. അപ്പോൾ ശിവരാത്രിയുടെ അന്ന് എല്ലാവർക്കും ഒരിക്കലും കാര്യങ്ങളൊക്കെ ആയ കാരണം അന്ന് വന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിക്ക് മുന്നേ പിന്നെ ആൻ്റിയുടെ മോനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ 2 ദിവസം മുന്നേ പോകുമായിരുന്നു. അപ്പോൾ അതിക്ക് മുന്നോട്ട് എല്ലാവരും കൂടെ കൂടിയതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പകൽ കാവടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് പിന്നെ വൈകിട്ട് ഒരു 6:30 ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ രാവിലെ 4 മണി തുടങ്ങി വൈകിട്ട് 4 മണി തുടങ്ങി ഇവിടെ പരിപാടികളുണ്ട് കേട്ടോ. ഒരു 8 മണിക്കാണ് അത് കഴിയുക. അപ്പോൾ ആ പരിപാടി കാണാനായിട്ട് നമ്മൾ വന്നിരുന്നു. ഒരു
6:30 ആയപ്പോൾ വന്നിട്ട് ആ പരിപാടിയൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ തിരിച്ചു പോയി. ശിവരാത്രി എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഭാഗത്ത് വള്ളക്കാരുടെ ഒരു ഉത്സവം കൂടിയാണ്. അതായത് ഈ ശിവരാത്രി തുടങ്ങി അടുത്ത ശിവരാത്രി വരെയുള്ള അവർക്ക് കിട്ടുന്ന പൈസകളുടെ ഇതനുസരിച്ച് ഏത് വള്ളക്കാരാണ് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ തിരിച്ചിട്ട് അവർക്ക് ഫസ്റ്റ് സെക്കൻഡിനൊക്കെ ഓരോ ട്രോഫികളുണ്ട്. വേദവ്യാസനാണ് എല്ലാ കൊല്ലം കിട്ടാറ്. ഇപ്രാവശ്യം സെക്കൻഡായി. അപ്പോൾ അവർക്ക് കഴിഞ്ഞ കൊല്ലം കൊല്ലം വരെ കിട്ടിയ ട്രോഫികളാണത്. അപ്പോൾ ഈ ഭാഗത്തുള്ള എല്ലാ ഷെഡുകളും ലൈറ്റിങ്ങും കാര്യങ്ങളും പാട്ടും മേളൊക്കെ ആയിട്ട് നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ രാത്രി നമുക്ക് ആ വക കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ വൈകിട്ട് വന്നിട്ട് ഞങ്ങൾ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല സെറ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, അപ്പോൾ ഫോട്ടോസൊക്കെ കുറച്ച് ഞാൻ ലാസ്റ്റ് കാണിക്കാം. ഞങ്ങൾ വൈകിട്ട് ഒരു 7 മണിയോട് കൂടിയാണ് വന്നത്. അപ്പോൾ 4 മണി തുടങ്ങി 8 മണി വരെ ഒരു പ്രോഗ്രാം. അത് കഴിഞ്ഞിട്ട് പിന്നെ 8 മണി തുടങ്ങി വേറെ പ്രോഗ്രാമാണ്. അപ്പോൾ ഞങ്ങൾ വന്ന് കുറച്ച് നേരം നാടൻ പാട്ടുകളായിരുന്നു. അത് കണ്ട് അത് കഴിഞ്ഞ് കുറച്ച് ഇങ്ങനെ നടന്ന് ഇവിടെ എല്ലാ ഷെഡിലും ഞാൻ പറഞ്ഞില്ലേ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വേദവ്യാസൻ്റെ അവിടെ അവരുടെ വള്ളക്കാരുടെ വക ഇങ്ങനെ ഒരു ഫയർ ഷോ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ വക നമുക്ക് ഉള്ളാക്കുള്ള ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അവർ പോപ്കോൺ, അതുപോലെ തന്നെ നമ്മുടെ പഞ്ഞിമിഠായി, വെള്ളം കുപ്പി ഇതൊക്കെ കൊടുക്കും കേട്ടോ. അവരുടെ വകയായിട്ട് ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ആ പരിപാടികളൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഇതാണ് വ്യാസൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വേറെ ഷെഡ് ഇല്ലാതും ലൈറ്റിങ് ശിവരാത്രിയുടെ അന്ന് രാത്രി പോകുന്നതാണ് അടിപൊളി. എന്ന് വെച്ചാൽ ലൈറ്റിങ്ങാണ് അവിടെ സൂപ്പർ. എല്ലാ വള്ളക്കാരും അമ്പലം വരെ അടിപൊളിയായിട്ട് ലൈറ്റ് ചെയ്ത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് വേറെ വള്ളക്കാരുടെ ഷെഡാണ്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ പാട്ടും ഇതും അവരുടെ വക ഓരോ സാധനങ്ങൾ, വെള്ളം കുപ്പി, ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുട്ടികൾക്ക് ഇതുപോലൊരു സംഭവം വരുന്നത്. അപ്പോൾ കാശ്മീർ അതിൽ കയറ്റി അതിൻ്റെ അപ്പുറത്ത് തന്നെ മറ്റേ ജമ്പിങ് ഉണ്ട്, അതുകൊണ്ടായിരുന്നു. അതിൽ കയറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കുറച്ച് നേരം ഒരു 10-20 മിനിറ്റോളം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കളിച്ച് കുറേ കുട്ടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി അമ്പലത്തിൻ്റെ സൈഡിലേക്ക് പോയി. അമ്പലത്തിൻ്റെ സൈഡാണത്. ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ അവിടെ യോഗിനി മാതാനെ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. ശിവപാർവതിയുടെ ഒക്കെ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ 8 മണി 8:30 ആയിട്ടുള്ളൂ. അപ്പോൾ ആൾക്കാരൊക്കെ വരണുള്ളൂ. അതായത് 8 മണി തുടങ്ങി കാവടി കയറണ വരെ ഇനി വേറെ പ്രോഗ്രാം. അപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ കടലാണ്. ഇത് അമ്പലത്തിൻ്റെ തന്നെ ഹാളാണ് കാണുന്നത്. ഇതിൻ്റെ ഈ കാണുന്ന അമ്പലത്തിൻ്റെ ബാക്കിൽ തന്നെ കടലാണ്. അവിടെയാണ് വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് അമ്പലം മൊത്തം ലൈറ്റ് കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം അത് കാണാൻ ലൈറ്റിംഗ് ആണ് ഇവിടുത്തെ ശിവരാത്രിയുടെ ദിവസത്തെ കാണേണ്ടത്. എന്ന് വെച്ചാൽ രാത്രിയാണ് അടിപൊളി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബീച്ച്. അപ്പോൾ ബീച്ചിൽ എല്ലാവരും വന്നിങ്ങനെ ഇരിക്കണം. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നതെന്ന് വെച്ചാൽ വെടിക്കെട്ടിൻ്റെത് സെറ്റ് ചെയ്തത് കാണാൻ നേരത്തെ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വെടിക്കെട്ടിൻ്റെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. എല്ലാവരും പടക്കമൊക്കെ കൊണ്ട് വെക്കണുള്ളൂ.
അപ്പം ഞങ്ങൾ ഇവിടെ നടന്ന് കുറച്ച് നേരം നടന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. കാശിമോൻ അവിടെ ബീച്ചിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ അവന് വിളിക്കാനായിട്ട് അങ്ങോട്ട് പോകും. ഞങ്ങൾ കണ്ടില്ല, അവൻ പോയത് കടൽ കണ്ടപ്പോൾ പ്രാന്താണ്. അവിടെ നടന്ന് അവനെ വിളിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രാത്രി കാവടി കാണാൻ നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ട് പോയത്. പക്ഷേ ഇവന്മാരെ ഉറക്കി കിടത്തിയിട്ട് വരാമെന്ന് കരുതി ഞങ്ങൾ 12:30 ആയി വന്നപ്പോൾ. 12:30 ആയി വന്നപ്പോഴത്തേനും കാവടിയൊക്കെ കയറി. അപ്പോൾ കാവടിയൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് രാത്രി കാവടി ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ വെടിക്കെട്ടുണ്ട്, ഒരു 10-20 മിനിറ്റിൻ്റെ വെടിക്കെട്ടാണ്. അപ്പോൾ എല്ലാവരും വെടിക്കെട്ടൊക്കെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളവിടുത്തെ ശിവരാത്രി എങ്ങനെയാണെന്നൊക്കെ ഉള്ളതിനൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ വെടിക്കെട്ട് കാണാൻ വന്നിരിക്കുന്നവരാണ്. ഞങ്ങൾ വന്നൊരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടായിരുന്നു വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അടിപൊളി വെടിക്കെട്ടായിരുന്നു ബീച്ച് സൈഡിൽ. അപ്പോൾ ഇത് മുഴുവനും ഇത് കാണുള്ളൂ. അപ്പോൾ എല്ലാവരും വെടിക്കെട്ട്.
അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ശിവരാത്രി ആഘോഷം. എന്നെക്കൊണ്ട് പറ്റണ രീതിയിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നേക്കും. ബൈ.